ഹലോ, ഇപ്പോൾ ഫുട്ബോൾ സീസണൊക്കെ അല്ലേ. അപ്പോൾ ഫുട്ബോൾ കാണുമ്പോഴും സിനിമ കാണുമ്പോഴൊക്കെ കുറിക്കാൻ പറ്റിയ 3 സാലഡ്സ് റെഡിയാക്കിയാലോ. അപ്പോൾ ആദ്യത്തേത് ചിക്കൻ കോൺ സാലഡാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺ ഇവിടെ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് ബോയിൽ ചെയ്തത് മേടിക്കാൻ കിട്ടും. നമുക്ക് പച്ചക്ക് മേടിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്താലും മതിയാകും. ഇതേപോലെ വിടിയിച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സവാളയുടെ പകുതി ഇതേപോലെ ചെറുതായി അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് പുരട്ടി വറുത്തെടുത്തതാണ്. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് കീറി എടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും ചാറ്റ് മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേറൊന്നുമില്ല, നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതങ്ങനെ നമ്മുടെ ചിക്കൻ കോൺ സാലഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഹെൽത്തി കൂടിയായിട്ടുള്ള ഒരു സാലഡാണിത്. ഈ ഒരു സാലഡ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീക്കെൻഡ് ടൈമിൽ സിനിമ കാണുമ്പോൾ എടുക്കുന്ന ഒരു സാലഡാണിത്. ഇപ്പോൾ ഫുട്ബോൾ സീസണും കൂടി ആയതുകൊണ്ട് ഇടയ്ക്ക് ഫുട്ബോൾ കാണുമ്പോഴും നമ്മൾ ഈ സാലഡ് റെഡിയാക്കാറുണ്ട്. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സെക്കൻഡ് റെസിപ്പി ലേസ് പീനട്ട് സാലഡാണ്. അപ്പോൾ അതിനുവേണ്ടി ലേസിൻ്റെ സ്പാനിഷ് ടൊമാറ്റോ ടാങ്കോയുടെ ഫ്ലേവർ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പീനട്ട്സിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലേസ് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക, ഇതേപോലെ കൈകൊണ്ട്. 20 രൂപയുടെ ഒരു പാക്കറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലേവറിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേറെ ഫ്ലേവറും എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പകുതി തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കണേണ്. ഒരു പകുതി നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ലേസ് കൂടി ചേർത്ത് കൊടുക്കാം. ലേസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം തന്നെ കഴിക്കുന്ന രീതിയിൽ വേണം ഇത് റെഡിയാക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പീനട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹൽദിറാംസിൻ്റെ ഒരു ചെറിയ 10 രൂപയുടെ പാക്കറ്റാണ്. അത് നമുക്ക് ഫുള്ളായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ നമ്മുടെ ലേസ് പീനട്ട് സാലഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള സാലഡാണ്. കഴിക്കാനും ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ സാലഡിനും. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പീനട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു സാലഡിന്. ഇനി നമുക്ക് മൂന്നാമത്തെ സാലഡായ ബിങ്കോ മയോ എഗ് സാലഡ് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ബിങ്കോയുടെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ സ്പൈസി ഫ്ലേവറിലുള്ള ബിങ്കോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് പകുതി സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പകുതി തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബിങ്കോ നല്ലപോലെ ക്രഷ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഈ ബിങ്കോയും ലേസും ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഉടനെ തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. ഇതപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സാലഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാലഡാണിതും. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.